ശ്രീ എം കെ ഹരിദാസ്, നോക്കൂ, ദേശാഭിമാനി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകി. പിന്നിൽ ഓഡിറ്ററുടെ കള്ളക്കളി എന്ന് സംശയിക്കുന്നു എന്നാണ്. അതായത് വീണിടത്ത് കിടന്ന് ഉരുളാൻ വേണ്ടി ഒരു വാർത്ത തയ്യാറാക്കുന്നു. എല്ലാം ഓഡിറ്റർ ചെയ്തതാണ്, ഓഡിറ്റർ ചതിച്ചതാണ്, ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇന്ന് അത് പൊളിക്കുകയാണ് കെ ജയകുമാർ. സംഭവിച്ചതൊന്നും ഓഡിറ്ററുടെ പ്രശ്നമല്ല, മറിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായ പിഴവാണ്. ഓഡിറ്റർ ചോദിച്ച ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി ബോർഡിൽ നിന്ന് മറുപടി കൊടുക്കുകയോ കൃത്യമായ ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതികൂലമെന്ന് തോന്നാവുന്ന ചില പരാമർശങ്ങൾ കടന്നുകൂടിയതാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരേ സമയം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പൊതിഞ്ഞു കാട്ടാൻ ശ്രമിക്കുകയുമല്ലേ കെ ജയകുമാർ ഇന്ന് ചെയ്തത്. അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമല്ലേ? കെ ജയകുമാറിന് കേരളം ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു ക്ലീൻ ഇമേജ് ഒന്നും നമ്മളെ പോലുള്ള രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം ചിന്തിക്കുന്നവർക്കും രാഷ്ട്രീയത്തിന്റെ പോക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നവർക്കും അത്ര ഒരു ക്ലീൻ ഇമേജ് ഒന്നും ജയകുമാറിന് കൊടുക്കാൻ സാധിക്കില്ല. ജയകുമാർ ഒരു പക്ഷേ കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്ത ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗത്തു നിന്നോ ഒരു പൈസ മോഷ്ടിച്ചു എന്നോ അല്ലെങ്കിൽ കൈയിട്ട് വാരിയെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ഒരു വിധേയനാണ്. ആ വിധേയത്വം അദ്ദേഹം എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. പക്ഷെ ഈ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച്, ഈ വാർത്തയെക്കുറിച്ച് സത്യം തുറന്നു പറയാലോ ശ്രീ കൃഷ്ണരാജ്, ഞാൻ ദേശാഭിമാനി കൈകൊണ്ട് തൊടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത കണ്ടിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു അലർജിയാണ് ആ പത്രം കണ്ടത്. ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നപ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിനടിയിൽ 2 പീഠങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ വിവരങ്ങളും പിന്നീട് പുറത്തു വരാൻ കാരണമായിട്ടുള്ള സംഗതി. അതുപോലെ തന്നെ ചോദിക്കട്ടെ, ഈ ദേശാഭിമാനിയിൽ ഈ ഓഡിറ്റർക്ക് നേരെ ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ ആരാണ് ഈ ഓഡിറ്ററെ നിയമിച്ചത്? ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന നമ്മൾ 3 ആളുകളാണോ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷമാണോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണോ ഈ ഓഡിറ്ററെ കൊണ്ട് ഈ ശബരിമലയിലെ ആഗോള തട്ടിപ്പ് അയ്യപ്പ സംഗമത്തിന്റെ ഈ കണക്ക് ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിലൊക്കെ വളരെ നിഗൂഢതകളുണ്ട്. ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിനെ ഈ ഓഡിറ്റിന്റെ റിപ്പോർട്ട് എത്രയും വേഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആരാണ്? അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിനെ നിയോഗിച്ച സർക്കാരോ ആണ്. ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ ഇതിനൊന്നും ഉത്തരം കിട്ടില്ല. കാരണം ജയകുമാർ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണരാജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ വെച്ചിട്ട് ഈ ചെലവുകളെല്ലാം തന്നെ വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തതിനു ശേഷം കണക്ക് ഹൈക്കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ കണക്കിൽ വളരെയധികം മാറ്റം വരുന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ ദേവസ്വം ബോർഡ് നിയോഗിക്കുന്ന ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ഈ കണക്ക് അനാലൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവിടെ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശത്തക്ക തോതിലുള്ള ഒരു കണക്കായിരിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെ ഞങ്ങളെ പോലുള്ളവർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതി ഒരു കമ്മീഷനെ നിയോഗിക്കണം. ഒരു 3 അംഗ കമ്മീഷനെ ഹൈക്കോടതി നിയോഗിച്ചിട്ട് ഈ ആഗോള തട്ടിപ്പ് അയ്യപ്പ സംഗമം നടത്തിയതിന്റെ കൃത്യമായിട്ടുള്ള സംഗതികൾ വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ 1 ലക്ഷം കട്ടിലിന്റെയും 20,000 രൂപയുടെ തലോണടയും 500 പേർ പങ്കെടുത്ത പരിപാടിക്ക് 5,000 പേർ ഭക്ഷണം കഴിച്ചതിന്റെ ഒന്നുമല്ല. ഒരുപാട് കള്ളക്കണക്കുകൾ പുറത്തു വരും. പക്ഷെ അതിന് സാധിക്കുന്നത് ഹൈക്കോടതിക്ക് മാത്രമാണ്. ദേവസ്വം ബോർഡുകൾ വേണ്ട എന്നല്ല, ദേവസ്വം ബോർഡുകൾ വേണം. പക്ഷെ ദേവസ്വം ബോർഡുകളുടെ ചെയർമാൻ സ്ഥാനത്തൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവരുടെ വടുക്ക് പുറത്തു പോയിട്ട് അവർ കളയുന്ന ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിയിൽ ചേർത്തുകൊണ്ട് അവർക്ക് നൽകാവുന്ന സ്ഥാനങ്ങളായിട്ട് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനവും അതുമാതിരി തന്നെ അംഗങ്ങളുടെ സ്ഥാനവും ഒക്കെ കൊടുക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ വലിപ്പ് നയമുണ്ടല്ലോ, ആ നയമാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമായിരിക്കുന്നത്. കാരണം യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവരെയാണ് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻമാരാക്കി കൊണ്ടുവരുന്നത്. ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയല്ല, നിങ്ങളോട് പറയാണ്, പ്രേക്ഷകരോടും പറയാണ്, ഞാനൊരു വിശ്വാസിയല്ല. പക്ഷെ ദേവസ്വം ബോർഡുകൾ ആര് ഭരിക്കണം എന്ന് ചോദിച്ചാൽ അത് വിശ്വാസികൾ ഭരിക്കണം. അവിടെ നിന്ന് കൈയിട്ട് വാരാത്തവർ ഭരിക്കണം. അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഏൽപ്പിക്കാതെ ഇത്തരം രാഷ്ട്രീയ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരക്കാരെ ഇത് ഏൽപ്പിച്ചതിന്റെ ദൂഷിത ഫലമാണ് നമ്മളിപ്പോ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 3 കോടി രൂപയാണ് ചെലവാക്കിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇപ്പോഴത്തെ ദേവസ്വത്തിന്റെ ചെയർമാന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി പറയാണ്, അല്ല 4.99 കോടിയാണെന്ന്. അപ്പൊ ഈ ചെയർമാന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും എത്രത്തോളം വില നൽകാൻ നമുക്ക് സാധിക്കും? കൃഷ്ണരാജ് വളരെ ക്ലിയർ ആണ്.
ദേവസ്വത്തിന്റെ ക്ഷമിക്കണം, ശബരിമല ക്ഷേത്രത്തിന്റെ സ്വർണം കളവ് പോയതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഇന്നെന്നോ ഒരു 1.25 കിലോന്റെ കണക്കൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥ കണക്കല്ല. ആ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി നടത്തിയ ഒരു ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിന്റെ കണക്കുകളിൽ വന്നിട്ടുള്ള ഈ കൃത്രിമത്വമുണ്ടല്ലോ, അത് വിശ്വാസികളുടെ നെഞ്ചിന് ചവിട്ടേറ്റ മാതിരിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് അങ്ങനെ വിട്ടാ പോരാ, നമുക്ക് ആശ്രയം കോടതി മാത്രമാണ്. ശരി.